നിങ്ങളോടെല്ലാവരും പറഞ്ഞിട്ടുണ്ടാവുക, ആത്മവിശ്വാസം എന്നാൽ കൂടുതൽ ചിരിക്കുക, തല ഉയർത്തിപ്പിടിക്കുക, ഉറക്കെ സംസാരിക്കുക എന്നൊക്കെയാണ്. എന്നാൽ ഞാനൊരു കാര്യം പറഞ്ഞാലോ? യഥാർത്ഥ ശക്തിക്ക്, അതായത് ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാനും ശ്രദ്ധിക്കാനും പ്രേരിപ്പിക്കുന്ന ശക്തിക്ക് ഇതിനൊന്നും ഒരു കാര്യവുമില്ല. ഇത് സമ്മർദ്ദത്തിൽ തകർന്നടിയുന്ന വെറും ആത്മവിശ്വാസമല്ല. ഇത് അതിലും ആഴത്തിലുള്ളതും അചഞ്ചലമായതുമായ ഒന്നാണ്. ഇതാണ് ഡാർക്ക് കോൺഫിഡൻസ്. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഇൻട്രോവേർട്ടാണോ? ഇൻട്രോവേർട്ടുകളെ കാലങ്ങളായി സമൂഹം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നിങ്ങളെ ദുർബലരായും സമൂഹത്തിൽ ഇടപെടാൻ ബുദ്ധിമുട്ടുള്ളവരായും ആകർഷകത്വം ഇല്ലാത്തവരായും ചിത്രീകരിക്കുന്നു. എന്നാൽ സത്യമെന്തെന്നാൽ ചരിത്രത്തിലെ ഏറ്റവും ശക്തരും ബഹുമാനിക്കപ്പെടുന്നവരും ഭയപ്പെടുന്നവരുമായ വ്യക്തികളിൽ പലരും ഇൻട്രോവേർട്ടുകളായിരുന്നു. അവർ തങ്ങളുടെ വ്യക്തിത്വത്തിനെതിരായി പോരാടുന്നതിന് പകരം അതിനെ ഒരു ആയുധമാക്കാൻ പഠിച്ചു. ആളുകൾ നിങ്ങളെ അവഗണിക്കുന്നത് നിങ്ങൾക്ക് മടുത്തുവെങ്കിൽ, ശ്രദ്ധ നേടാൻ കഴിയുന്ന ഒരു പ്രഭാവലയത്തോടെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണുക. കാരണം ഇത് കഴിയുമ്പോഴേക്കും നിങ്ങൾ ആത്മവിശ്വാസമുള്ള ഒരാളായി അഭിനയിക്കുക മാത്രമല്ല, ആത്മവിശ്വാസം തന്നെയായി മാറും. ആത്മവിശ്വാസത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അവസാനിപ്പിക്കാം. ഈ തന്ത്രങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജീവിതകാലം മുഴുവൻ നിങ്ങളോട് പറഞ്ഞു പഠിപ്പിച്ച ഒരു നുണ നമുക്ക് പൊളിച്ചെഴുതാം. ആത്മവിശ്വാസമെന്നാൽ ഈ മുറിയിലെ ഏറ്റവും മിടുക്കനും ആകർഷകത്വമുള്ള വ്യക്തിയും ഞാനാണ് എന്ന് ചിന്തിക്കുന്നതല്ല. അത് വെറും മിഥ്യാബോധമാണ്, ആശ്രയത്വമാണ്, ബലഹീനതയാണ്. യഥാർത്ഥ ആത്മവിശ്വാസമെന്നാൽ ഒരു മുറിയിലേക്ക് കടന്നു ചെന്ന് നിങ്ങൾക്കെന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്കത് വിഷയമല്ല, എനിക്ക് വേണ്ടത് ഞാൻ ചെയ്യും, എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യും, ആരുടെയും അഭിപ്രായം എന്നെ മാറ്റില്ല എന്ന് ചിന്തിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം മറ്റുള്ളവരുടെ അംഗീകാരത്തെ ആശ്രയിക്കുന്ന നിമിഷം നിങ്ങൾ അവരുടെ കയ്യിലെ ഒരു പാവയായി മാറും. ആത്മവിശ്വാസം എന്നത് മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടുന്നതിലല്ല, ബഹുമാനം നേടുന്നതിലാണ്. നിങ്ങൾ അംഗീകാരം തേടുന്നത് നിർത്തി അചഞ്ചലമായ ആത്മാഭിമാനത്തോടെ ജീവിതത്തിലൂടെ മുന്നോട്ടു പോകുമ്പോഴാണ് ബഹുമാനം ലഭിക്കുന്നത്. ഇതൊരു വാചകത്തിലൂടെ നിങ്ങൾക്ക് ഓർമ്മിക്കാം. രാജാവിനെ പോലെ നടക്കുക, അല്ലെങ്കിൽ രാജാവ് ആരാണെന്നത് നിങ്ങൾക്കൊരു വിഷയമല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളെ പോലെ നടക്കുക. ഫസ്റ്റ് പോയിന്റ്, ദ കോൺഫിഡൻസ് സ്പിൽ ഓവർ എഫക്റ്റ്. മിക്ക ആളുകളും അഭിനയിക്കുക എന്നിട്ട് നേടുക എന്ന രീതിയാണ് പിന്തുടരാൻ ശ്രമിക്കാറ്. എന്നാൽ ആത്മവിശ്വാസം എന്നത് ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്ന ഒന്നല്ല. അത് നിങ്ങൾ കെട്ടിപ്പടുക്കുന്ന ഒരു മസിൽ പോലെയാണ്. ഇത് വേഗത്തിൽ വളർത്താനുള്ള വഴികളിൽ ഒന്നാണ് കോൺഫിഡൻസ് സ്പിൽ ഓവർ എഫക്റ്റ്. നിങ്ങൾക്ക് ഇതിനകം ശക്തനാണെന്ന് തോന്നുന്ന ഒരു മേഖലയെക്കുറിച്ച് ചിന്തിക്കുക. അത് പക്ഷേ ജിമ്മിലായിരിക്കാം, അല്ലെങ്കിൽ കോഡിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ തന്ത്രാത്മക ഗെയിമിലായിരിക്കാം. ആ മേഖലയിൽ നിങ്ങൾ മികവ് പുലർത്തുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുതിച്ചുയരും. ഇനി ആ ഊർജത്തെ ജീവിതത്തിന്റെ മറ്റു മേഖലകളിലേക്ക് പ്രയോഗിക്കുക. ഒരു ഇൻട്രോവേർട്ടായ നിങ്ങൾ ബോക്സിംഗിൽ മിടുക്കനാണെന്ന് കരുതുക. നിങ്ങൾ റിംഗിലേക്ക് കയറുമ്പോൾ ശ്രദ്ധയും ഭയമില്ലാത്തവനും നിയന്ത്രണത്തിലുമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഒരു സാമൂഹിക സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ സ്വയം ഓർമ്മിപ്പിക്കുക, ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, തളർച്ചയെ അതിജീവിച്ചിട്ടുണ്ട്, എതിരാളികളെ തോൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു സംസാരത്തെ ഞാൻ എന്തിനു ഭയപ്പെടണം? ഒരു മേഖലയിൽ നിന്നുള്ള ആത്മവിശ്വാസം മറ്റെല്ലാത്തിലേക്കും പടരും. അതുകൊണ്ട് ഒരു കാര്യം തിരഞ്ഞെടുക്കുക, അതിൽ പ്രാവീണ്യം നേടുക, അതിനെ സ്വന്തമാക്കുക, അതിൽ ആധിപത്യം സ്ഥാപിക്കുക. എന്നിട്ട് അവിടെ നിങ്ങൾ കെട്ടിപ്പടുക്കുന്ന ആത്മവിശ്വാസം എങ്ങനെയാണ് നിങ്ങളെ എല്ലായിടത്തും മാറ്റിയെടുക്കുന്നത് എന്ന് നോക്കുക. രണ്ടാം തന്ത്രം, നിങ്ങൾ ആരാണോ അതുതന്നെയായിരിക്കുക, മാപ്പ് പറയാതെ. ദുർബലരായ ആളുകൾ അംഗീകാരത്തിനായി ഓടുന്നു. എന്നാൽ ശക്തമായ ആത്മവിശ്വാസമുള്ളവർ മറ്റുള്ളവരെ തങ്ങളുമായി പൊരുത്തപ്പെടാൻ പ്രേരിപ്പിക്കുന്നു. നിങ്ങൾക്ക് ശബ്ദമുണ്ടാക്കേണ്ടതില്ല, ശ്രദ്ധാകേന്ദ്രമാകേണ്ടതില്ല. ആളുകൾക്ക് നിങ്ങളൊരു വാക്കുപോലും പറയാതെ തന്നെ നിങ്ങളുടെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത്ര സ്വയം നിങ്ങളുടെ വ്യക്തിത്വത്തിൽ അനായാസമായിരിക്കുക. സിനിമകളിലെ ഏറ്റവും സ്വാധീനമുള്ള കഥാപാത്രങ്ങളെ നോക്കുക. അവർ കൂടുതൽ സംസാരിക്കുന്നവരല്ല, അവർക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ലാത്തവരാണ്. അവർ ഓരോ വാക്കിനും, ഓരോ ചലനത്തിനും, ഓരോ നോട്ടത്തിനും പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ട് എക്സ്ട്രോവേർട്ട് ആകാൻ സ്വയം നിർബന്ധിക്കുന്നതിനു പകരം നിങ്ങളുടെ ഇൻട്രോവേർഷനെ ഒരു ആയുധമാക്കാൻ പഠിക്കുക. കുറച്ച് സംസാരിക്കുക, പക്ഷെ സംസാരിക്കുമ്പോൾ അത് സ്വാധീനമുള്ളതാക്കുക. കണ്ണടച്ച് നിർത്തേണ്ടതിനേക്കാൾ ഒരു മിനിറ്റ് കൂടുതൽ നേരം നേർക്ക് നോക്കുക. മനഃപൂർവ്വം സാവധാനത്തിൽ നീങ്ങുക. തിടുക്കമില്ലാത്ത ഒരു മനുഷ്യനെ ആളുകൾ ഭയപ്പെടും. ആത്മവിശ്വാസം എന്നത് ശബ്ദമുണ്ടാക്കുന്നതിലല്ല, ഒരു സ്വാധീനം ചെലുത്തുന്നതിലാണ്. മൂന്നാം തന്ത്രം, നിങ്ങളുടെ ഉൾവിളികളെ പിന്തുടരുക. നിങ്ങൾ ഈ അവസ്ഥയിൽ മുമ്പും കടന്നുപോയിട്ടുണ്ടാകും. ക്ലാസ്സിൽ ഉത്തരമറിയാം, പക്ഷെ മടിക്കുന്നു. ഒരവസരം കാണുന്നു, പക്ഷെ സ്വയം സംശയിക്കുന്നു. സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഉള്ളിലിരുന്ന് എന്തോ പറയുന്നു, ഞാൻ തോറ്റാലോ. ആ മടി, അതാണ് ആത്മവിശ്വാസത്തിന്റെ മരണം. അതിനെ ഇല്ലാതാക്കുന്ന ഒരേ വഴി നിങ്ങളുടെ ഭയം നിങ്ങളെ തടയാൻ ടൈം ലഭിക്കുന്നതിന് മുമ്പ് പ്രവർത്തിക്കുക എന്നതാണ്. അടുത്ത തവണ നിങ്ങളുടെ മനസ്സ് ഞാനിത് ചെയ്യുന്നോ എന്ന് പറയുമ്പോൾ അതിനെ നിശബ്ദമാക്കി അങ്ങ് ചെയ്യുക.
നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കുക. ഒരു മൂവ് നടത്താനുണ്ടെങ്കിൽ അത് ചെയ്യുക. നിങ്ങൾ മടിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ പ്രവർത്തിക്കുക. ഏതൊരു തവണ നിങ്ങൾ മടിയെ തള്ളി നീക്കുന്നു അപ്പോഴെല്ലാം നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുകയാണ്. ഏതൊരു തവണ നിങ്ങൾ പിന്മാറുന്നു അപ്പോഴെല്ലാം നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങളെ സംശയിക്കാൻ പഠിപ്പിക്കുകയാണ്. ആത്മവിശ്വാസം എന്നത് കാലക്രമേണ അടിഞ്ഞുകൂടുന്ന ചെറിയ ചെറിയ വിജയങ്ങളുടെ ഒരു സംഗ്രഹം മാത്രമാണ്. അതുകൊണ്ട് അമിതമായി ചിന്തിക്കുന്നത് നിർത്തി പ്രവർത്തിക്കാൻ തുടങ്ങുക. 4ാം തന്ത്രം, നിങ്ങളുടെ ഒതുങ്ങിയ നിഗൂഢമായ സ്വഭാവത്തെ സ്വന്തമാക്കുക. ആളുകൾ നിങ്ങളുടെ ശ്രദ്ധ തേടാൻ പ്രേരിപ്പിക്കുക. ഇൻട്രോവേർട്ടുകൾ വരുത്തുന്ന ഏറ്റവും വലിയ തെറ്റ് അവർ എക്സ്ട്രോവേർട്ട് ആകാൻ സ്വയം നിർബന്ധിക്കുന്നു എന്നതാണ്. നിങ്ങൾക്ക് മുറിയിലെ ഏറ്റവും ഒച്ചപ്പാടുണ്ടാക്കുന്ന ആളാകേണ്ടതില്ല, ഏറ്റവും ആകർഷകനായ വ്യക്തിയായാൽ മതി. സിനിമകളിലെ ഏറ്റവും സ്വാധീനമുള്ള കഥാപാത്രങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അധികം സംസാരിക്കാതെ തന്നെ ഒരു സ്ഥാനത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നവർ. അതവർ സ്വയം എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് എന്നതിലാണ്. അവർ ആളുകളെ നോക്കുന്ന രീതിയിലാണ്. എല്ലാം അവർക്ക് ഇതിനകം തന്നെ അറിയാമെന്ന ഭാവത്തിലുള്ള നോട്ടത്തിലാണ്. അതാണ് ശക്തി, അതാണ് പ്രസൻസ്. ഇത് വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് നിശബ്ദതയിൽ സുഖകരമായിരിക്കാൻ കഴിയണം. മിക്ക ആളുകളും അതിനെ ഭയപ്പെടുന്നു, പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. മറ്റുള്ളവർ കൂടുതൽ സംസാരിക്കാൻ അനുവദിക്കുക. നിങ്ങൾ എത്ര കുറച്ച് സംസാരിക്കുന്നുവോ അത്രയും നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തി കൂടും. തീവ്രമായ ഒരു നോട്ടം വളർത്തുക. നിങ്ങൾ ഒരാളെ നോക്കുമ്പോൾ അവർക്കത് അനുഭവിക്കാൻ കഴിയണം. നിങ്ങളുടെ ഊർജം പറയണം, എനിക്ക് നിങ്ങളുടെ അംഗീകാരം ആവശ്യമില്ല, ഞാൻ ആരാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ശ്രദ്ധിക്കപ്പെടാൻ ശ്രമിക്കുന്നത് നിർത്തുന്ന നിമിഷം ആളുകൾ നിങ്ങളെ ശ്രദ്ധിച്ചു തുടങ്ങും. 5ാം തന്ത്രം, നിശബ്ദതയുടെ ക്രൂരമായ ശക്തി. കുറച്ച് സംസാരിക്കുക, കൂടുതൽ ആജ്ഞാപിക്കുക. നിശബ്ദതയൊരു ആയുധമാണ്. മിക്ക ആളുകളും സംസാരിക്കുന്നത് ആ ശൂന്യത നികത്താൻ വേണ്ടിയാണ്. നിശബ്ദത എന്ത് വെളിപ്പെടുത്തും എന്ന ഭയത്താൽ. എന്നാൽ യഥാർത്ഥത്തിൽ ബഹുമാനം നേടുന്നവർക്കറിയാം വാക്കുകൾ മിതമായി ഉപയോഗിക്കുമ്പോൾ അവ പല മടങ്ങ് ശക്തമാകുമെന്ന്. നിശബ്ദത ആളുകളെ അസ്വസ്ഥരാക്കുന്നു. അത് അവരെ ശ്രദ്ധിക്കാനും സ്വയം വീണ്ടും സംശയിക്കാനും നിങ്ങളുടെ സാന്നിധ്യത്തിന്റെ ഭാരം അനുഭവിക്കാനും നിർബന്ധിക്കുന്നു. നിങ്ങളുടെ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ടെന്ന് അത് അവരെ മനസ്സിലാക്കുന്നു. സംസാരിക്കാൻ തിടുക്കം കാണിക്കുന്നത് നിർത്തുന്ന നിമിഷം നിങ്ങൾ നിയന്ത്രണം നേടുന്നു. ആളുകൾ നിശബ്ദത നികത്താൻ പാടുപെടുന്നത് കാണുക. നിങ്ങളാകട്ടെ വായിക്കാൻ കഴിയാത്ത വിധം നിഗൂഢരായി തുടരുക. സംസാരിക്കുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് നിർത്തുക. അവരെ കാത്തിരിക്കാൻ അനുവദിക്കുക. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അവരെ കുഴപ്പിക്കാൻ അനുവദിക്കുക. സംഭാഷണത്തിലെ ഇടവേളകൾ നിയന്ത്രിച്ചുകൊണ്ട് സംഭാഷണങ്ങൾ നിയന്ത്രിക്കുക. അവർ സംസാരിച്ചു കഴിഞ്ഞാൽ ഉടൻ മറുപടി നൽകേണ്ടതില്ല. അവരെ അസ്വസ്ഥരാക്കുക. ദുർബലരായ ആളുകൾ അമിതമായി വിശദീകരിക്കും. എന്നാൽ ആത്മവിശ്വാസമുള്ളവർ ആവശ്യമുള്ളത് മാത്രം പറഞ്ഞു നിർത്തുന്നു. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളിവിടെ എല്ലാവരുടെയും ഇഷ്ടം നേടാൻ വന്നതല്ല, ബഹുമാനം നേടാൻ വന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ശക്തനാകണമെങ്കിൽ ഇപ്പോൾ തന്നെ ഡാർക്ക് മൈൻഡ് സെറ്റിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വിഡ്ഢിയെ പോലെ ജീവിക്കുക. തീരുമാനം നിങ്ങളുടേതാണ്.